സഞ്ജു സാംസൺ എന്ന് പറയുന്ന മലയാളി ഇന്ന് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ അഭിമാന പാത്രമായിട്ട് മാറി. അത് ഇന്നലത്തെ സഞ്ജുവിൻ്റെ കളി. സഞ്ജു ഒരൊറ്റയാൾ പോരാട്ടം ത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ T20 ക്രിക്കറ്റിൽ സെമി ഫൈനൽ സ്ഥാനം ഉറപ്പാക്കിയത്. സഞ്ജുവിന് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് സഞ്ജുവിൻ്റെ ക്രിക്കറ്റ് കരിയറിലുണ്ട്. ഒരു നല്ല ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ, മിക്കവാറും എല്ലാ കളികളും നന്നായിട്ട് കളിക്കും. പക്ഷേ കളിക്കാനുള്ള അവസരം കുറേ വർഷങ്ങളായിട്ട് കൊടുത്തില്ല. സൈഡ് ബെഞ്ചിൽ ഇരിക്കാനായിരുന്നു സഞ്ജുവിൻ്റെ വിധി. പക്ഷെ പിന്നെ അത് കഴിഞ്ഞ് സഞ്ജു കത്തി ജ്വലിച്ചു. അതായത് T20 ക്രിക്കറ്റിലെ 2020 ക്രിക്കറ്റിലൂടെ കത്തി ജ്വലിച്ചു. സഞ്ജുവിന് രാജസ്ഥാൻ റോയൽസിലായിരുന്നു IPL ഒരുപാട് വർഷങ്ങൾ ക്യാപ്റ്റനായിട്ടിരുന്നു. നല്ല പെർഫോമൻസാണ് അവിടെ. സഞ്ജുവിൻ്റെ ആ പെർഫോമൻസ് കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജുവിനെ അതിലേക്ക് എടുത്തത് IPL. ഇനി മുതൽ അതിൽ സഞ്ജു കളിക്കും. അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ധോണിയാണ് ക്യാപ്റ്റനെങ്കിലും ചിലപ്പോൾ അത് ധോണി കളിക്കുന്നുണ്ട് ക്യാപ്റ്റൻ. പക്ഷേ നല്ല ഒന്നാന്തരം വിക്കറ്റ് കീപ്പർ, അതുപോലെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്നുള്ള ഒരു ഖ്യാതിയുള്ള ഒരാളാണ് സഞ്ജു. അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ, അതായത് ന്യൂസിലൻഡുമായിട്ടുള്ള T20 പരമ്പര വരെ സഞ്ജു ജ്വലിച്ച് നിന്നതാണ്. സഞ്ജുവും അഭിഷേക് ശർമ്മയും കൂടെയുള്ള ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇടം കയ്യൻ, അതായത് വലം കയ്യൻ ഇടം കയ്യൻ, ആ കോമ്പിനേഷൻ അത് വളരെ നന്നായിട്ട് ഇന്ത്യക്ക് വളരെ നേട്ടം ചെയ്തിരുന്നു. അപ്പോൾ അത് സഞ്ജുവിനെ, അപ്പോൾ ഈ ന്യൂസിലൻഡുമായിട്ടുള്ള പരമ്പരയിൽ സഞ്ജു ഫ്ലോപ്പായി. അത് ആർക്കും സംഭവിക്കാവുന്നതാണ്. സൂര്യകുമാർ യാദവ് എത്രയോ കളികൾ വളരെ പുവർ പെർഫോമൻസ് ആയിരുന്നു. കാരണം വളരെ വലിയൊരു പ്ലെയറാണ്. കുറച്ച് നാൾ ആ കരിയറിൽ അങ്ങനെ വരാം. വിരാട് കോഹ്ലിക്ക് സംഭവിച്ചിട്ടില്ലേ? ഏതാണ്ട് വർഷങ്ങളോളം വിരാട് കോഹ്ലിയുടെ ഫോം പോയി നിന്നു. പക്ഷെ പിന്നെ രണ്ടാമത് കയറി അങ്ങ് ജ്വലിച്ചു വന്നു എന്ന് പറഞ്ഞ പോലെ ഈ ഫോം പോകുന്നത് ഒരു താൽക്കാലിക ഒരു പ്രതിഭാസമാണ് ക്രിക്കറ്റിൽ. അത് പലപ്പോഴും ഭാഗ്യം കൊണ്ടും നിർഭാഗ്യം കൊണ്ടൊക്കെ പലപ്പോഴും സംഭവിക്കാം, ഈ ഔട്ടായി പോകുന്നതൊക്കെ. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം, ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ചുമ്മാ നിൽക്കത്തില്ല. സഞ്ജു ഒരു 8 ബോൾ സഞ്ജു ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 24 റൺസ് അതിൽ കാണും, ഉറപ്പാണ്. ആ രീതിയിൽ വരും. അപ്പോൾ അത് പോരാ എന്ന് സഞ്ജുവിന് തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം എപ്പോഴും പുള്ളി ചെയ്ത് ക്യാച്ചായിട്ട് സഞ്ജു പോകുന്നതാണ് നമുക്ക് കാണാനുള്ളത്. നല്ലൊരു ബേസ് അങ്ങോട്ട് ഉണ്ടാക്കും, പക്ഷേ അടുത്തത് ഇതേപോലെ അങ്ങ് പോവും. അങ്ങനെ ന്യൂസിലൻഡിൻ്റെ പരമ്പരയിൽ ഫ്ലോപ്പായിപ്പോയ ഒരൊറ്റ കാരണം കൊണ്ട് സഞ്ജുവിനെ യഥാർത്ഥത്തിൽ അതിനു മുമ്പ് വേൾഡ് കപ്പ് ടീമിലെടുത്തതാണെങ്കിലും ആദ്യമൊക്കെ ഉള്ള കളികളിൽ ഓപ്പണിങ് കൊടുത്തില്ല. ഓപ്പണിങ്ങിന് അഭിഷേക് ശർമ്മയും അതോടൊപ്പം ഇഷാൻ കിഷൻ നല്ല ഫോമിലുള്ള പ്ലെയറാണ്, നന്നായിട്ട് കളിക്കും, നല്ല ഓപ്പണറുമാണ്, സംശയമൊന്നുമില്ല. പക്ഷെ നേരത്തെ വൺ ഡൗണായിട്ട് ഇറങ്ങിക്കൊണ്ടിരുന്ന ഇഷാൻ കിഷനെ നേരെ പ്രൊമോട്ട് ചെയ്ത് ഓപ്പണറാക്കി മാറ്റി. അതോടുകൂടി അഭിഷേക് ശർമ്മയുടെ ഫോം പോയി. കാരണം അഭിഷേക് ശർമ്മ ഈ ഇടം കയ്യൻ ബാറ്റ്സ്മാനാണ്, ഇഷാൻ കിഷനും ലെഫ്റ്റ് ഹാൻഡറാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ നേരിടാനായിട്ട് ഓഫ് സ്പിന്നർ വന്നു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അങ്ങനെയാണ് ഈ രണ്ടുപേരും, ഇഷാൻ കിഷൻ പിന്നെയും പിടിച്ചു നിന്നിട്ടുണ്ട്, അഭിഷേക് ശർമ്മ വളരെ അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അവസാനം സഞ്ജുവുമായിട്ടുള്ള ഓപ്പണിങ് ഏതായാലും സിംബാബ്വേയുടെ കളി വന്നു കഴിഞ്ഞപ്പോൾ അതിന് മുമ്പായിട്ട് ഏതായാലും സഞ്ജുവിന് ഓപ്പൺ ചെയ്യാനുള്ള അവസരം കിട്ടി. അപ്പോൾ സഞ്ജുവായിട്ടുള്ള ഓപ്പണിംഗ് വന്നു. അതിന് തൊട്ട് മുമ്പ് ഒരു കളിയിൽ ഈ ഇതുപോലെ അഭിഷേക് ശർമ്മയ്ക്ക് അസുഖമായിട്ട് മാറിയപ്പോൾ സിക്കായപ്പോൾ അത് സഞ്ജുവിന് കിട്ടി കളി. അതിലും സഞ്ജു ഏതാണ്ട് 24 റൺസും കണ്ടേ അടിച്ചുള്ളൂ. അത് 6 ബോളിൽ നിന്ന് 22 റൺസ് ആ കളിയിൽ. അത് കഴിഞ്ഞുള്ളത് കളിയിൽ ഏതാണ്ട് 8 ബോളിൽ നിന്ന് 24 റൺസ്. ആ 24 റൺസ് പോയെങ്കിൽ 8 പന്തേ ഫേസ് ചെയ്തിട്ടുള്ളൂ, ഒരു ബോൾ പോലും വെറുതെ കളഞ്ഞിട്ടില്ല. അല്ലാതെ 24 റൺസ് എടുക്കാനായിട്ട് ഒരു 30 ബോളും ഫേസ് ചെയ്തിട്ട് 24 റൺസ് എടുത്തുകൊണ്ട് പോകുന്നവരെ എന്ത് ചെയ്യാക്കും? അങ്ങനെയുള്ളവരുണ്ട് ഒരുപാട് പേര്. പക്ഷേ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അതല്ല, ഒന്നാം തരം ഒരു പ്ലെയർ.
അവസരങ്ങൾ കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെയാണ്. പക്ഷേ ഇന്നലത്തെ ആ കളിയിൽ വന്നപ്പോൾ ആദ്യം തന്നെ അഭിഷേക് ശർമ്മ ഇതേപോലെ തന്നെ ഡക്കായില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തുച്ഛമായ 10 റൺസിന് പോയി. അപ്പോൾ സഞ്ജു അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സഞ്ജു നന്നായിട്ട് ആദ്യം മുതൽ തകർത്തടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇഷാൻ കിഷൻ വന്നു. ഇഷാൻ കിഷനും ഇതേപോലെ ഒരു 10 റൺസിന് അങ്ങ് പോയി. പിന്നെ സൂര്യകുമാർ യാദവ് വന്നു. സൂര്യകുമാർ യാദവിനും വലിയ ആയുസ്സുണ്ടായില്ല. അപ്പോൾ ഏതാണ്ട് 17 റൺസും അങ്ങാണ്ട് എടുത്തുള്ളൂ, അത് ഔട്ടായിപ്പോയി. അപ്പോൾ ഈ രീതിയിൽ ഒരു തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നില വന്നു. പക്ഷേ സഞ്ജു ഒറ്റയാൾ പോരാട്ടം കൊണ്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. സഞ്ജു സ്വന്തം സെഞ്ചുറി ഒന്നും നോക്കില്ല. സ്വന്തം റെക്കോർഡ് നോക്കാതെ കളിക്കുന്ന പ്ലേയേഴ്സാണ് ഈ T20 ക്രിക്കറ്റിൽ ആവശ്യം. സ്വന്തം നില, അതായത് ആ സ്വന്തം പൊസിഷൻ നോക്കിയാൽ കളിക്കുക. എനിക്ക് ഔട്ടാവരുത്, നിന്നാൽ മതി, ഒരു കുഴപ്പമില്ല, ഔട്ടായില്ല, നല്ല പെർഫോമൻസ് ആണെന്ന് തോന്നുകയും ചെയ്യും. പക്ഷേ നമ്മുടെ രാജ്യം ജയിക്കത്തില്ല. അത് നേരെ മറിച്ച് സഞ്ജു ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തിന് വേണ്ടി കളിക്കുകയാണ്. അല്ലാതെ സ്വന്തം പൊസിഷന് വേണ്ടിയോ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയോ സ്വന്തം വ്യക്തിപ്രഭാവത്തിന് വേണ്ടിയോ കളിക്കുകയല്ല സഞ്ജു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിക്കും, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലെ കുറച്ചുകൂടെ സഞ്ജു ഒന്ന് സൂക്ഷിച്ച് കളിച്ചെങ്കിലും റൺ റേറ്റ് വളരെ കൂടുതലായിരുന്നു. കാരണം 50 ബോളിൽ നിന്നാണ് 97 റൺസ് എടുത്തിട്ട് പുറത്താകാതെ നിൽക്കുകയാണ്. വളരെ വലിയൊരു കാര്യമാണ്. ഇതേപോലെ ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഗെയിം, ഡു ഓർ ഡൈ എന്ന് പറയുന്ന ഒരു ഗെയിമായിരുന്നു ഇന്ത്യക്ക്. വെസ്റ്റ് ഇൻഡീസ് മോശമല്ല, വളരെ വലിയ പ്ലേയേഴ്സുള്ള ടീമാണ്. നല്ല ഒന്നാന്തരം ബാറ്റ്സ്മാൻമാർ. അവർക്ക് ബാറ്റിംഗ് ആ ഓർഡർ എന്ന് പറഞ്ഞാൽ അങ്ങനെ അറ്റം വരെ ബാറ്റിംഗ് ഓർഡറാണ്. 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ബാറ്റ് ചെയ്യുന്ന നന്നായിട്ട് ഉള്ളതാണ്. അവരെ ഒന്നും തളയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടീമാണ്. എന്നിട്ടും അവിടെ ബുംറയുടെ കഴിവിനെ നമ്മൾ എടുത്ത് പറയണം. 194 റൺസിൽ അവർ ഒതുക്കി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു 250 റൺസ് കടന്നു പോകേണ്ടവരാണ് അവർ പോകാൻ പറ്റിയില്ല. അത് ബുംറയുടെ ആ രണ്ടാമത്തെ സ്പെല്ല് വന്നപ്പോഴത്തേക്ക് അവർ പതുങ്ങി 2 വിക്കറ്റ് അടുത്തടുത്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് ഒരു ഓവറിൽ തന്നെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഒതുങ്ങേണ്ടതായിട്ട് വന്നു. ആ രീതിയിലായി. എന്നാലും 194 എന്ന് പറയുന്നത് വലിയൊരു സ്കോറാണ് T20യിൽ. എളുപ്പമല്ല. അതായത് ഇന്ത്യ മറികടന്നേക്കുന്ന, അതായത് ചേസ് ചെയ്ത് മറികടന്നേക്കുന്ന ഏറ്റവും വലിയ 3ാമത്തെ സ്കോറാണിത്. ഇന്ത്യ എന്നല്ല, 3ാമത്തെ സ്കോറാണ് വേൾഡ് കപ്പിൽ ഇതേപോലെ വന്നേക്കുന്നത്. ഇത്രയും വലുതായിട്ട് ഇതൊരു വലിയ സ്കോറിനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് വളരെ ചുരുക്കമാണ്. ഏതായാലും 194 വളരെ മോശമല്ല. ജയിക്കാൻ 195 റൺസ് വേണം. പക്ഷേ 50 ബോളിൽ നിന്ന് 97 റൺസ് എന്ന് പറയുന്ന സംഭാവന, അത് നോട്ട് ഔട്ടാണ്, ഔട്ടാകാതെ ഒരു മലയാളി ആയിട്ടുള്ള സഞ്ജു നേടുകയാണ്. ഏറ്റവും വലിയൊരു കാര്യമാണ് സംഭവിച്ചേക്കുന്നത്. സഞ്ജു ഇന്ത്യയുടെ തന്നെ അഭിമാനമായിട്ട് മാറി. ഇനി സഞ്ജുവിനെ കണ്ടില്ലെന്ന് അടിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഏറ്റവും നല്ല ഓപ്പണർമാരിൽ ഒരാളാണ് സഞ്ജു, സംശയമൊന്നും വേണ്ട. സഞ്ജുവിനെ മറികടക്കാനുള്ള ഓപ്പണേഴ്സ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അഭിഷേക് ശർമ്മയ്ക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ സഞ്ജു സാംസണെ മാറ്റി കഴിഞ്ഞപ്പോൾ ഇവരുടെ കോമ്പിനേഷൻ തെറ്റി. മറ്റേത് അത് നല്ല രീതിയിൽ ഇവരൊന്നിച്ച് കളിച്ചുകൊണ്ടിരുന്നതാണ്. അന്നേരമാണ് മാറ്റി ഈ സഞ്ജുവിനെ ആകുമ്പോൾ പെട്ടെന്ന് ഒഴിവാക്കാമല്ലോ. 4 കളിയിലോ 5 കളിയിലോ അങ്ങാണ്ട് ഫ്ലോപ്പായെന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് സഞ്ജുവിനെ മാറ്റിയത്. ആ മാറ്റിയതോടുകൂടി അഭിഷേക് ശർമ്മയുടെ ഫോം പോയി. മറ്റേ സഞ്ജു നിന്നാൽ അഭിഷേക് ശർമ്മയെ അടിച്ചോളുമായിരുന്നു ആദ്യം. അയാളുടെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ബോൾ ഒന്നുകിൽ ബൗണ്ടറി അല്ലെ സിക്സർ വായിക്കണം എന്നുള്ളതാണ്. അവിടെ സഞ്ജുവിനെ ഈ അഭിഷേക് ശർമ്മയെ നന്നായിട്ട് മറ്റ് ടീമുകൾ പഠിച്ചിട്ട് അയാളെ ട്രാപ്പിലാക്കിയെന്ന് പറഞ്ഞാൽ ഓഫ് സ്പിന്നറെ ആദ്യമേ വിടും, ഫാസ്റ്റ് ബോൾ കൊടുക്കത്തില്ല. ഫാസ്റ്റ് ബോൾ കൊടുത്താൽ അയാൾ അടിച്ചു കഴിഞ്ഞാൽ ഒന്നീ ബൗണ്ടറി അല്ലേ സിക്സർ. അതാണ്, അത്ര നല്ല ഊക്കാണ്. ഇന്നലെ അയാൾ വളരെ ഫ്ലോപ്പായിപ്പോയി. 2 ക്യാച്ച് അയാൾ ഡ്രോപ്പ് ചെയ്തു ഇന്നലെ. യഥാർത്ഥത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള 2 ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. അതുകൂടാതെ ഒരു റണ്ണൗട്ട് ചാൻസ് അതും കളഞ്ഞു കുളിച്ചു. റൺ ആകെ എടുത്തത് 10 റൺസും. എന്നാലും വളരെ ചെറുപ്പമുള്ള വെറും പയ്യനല്ലേ,
നന്നായി വരാനുള്ളതേ ഉള്ളൂ. അവസരങ്ങൾ കൊടുക്കണം വീണ്ടും. പക്ഷേ സഞ്ജുവിൻ്റെ അവസരം നിഷേധിക്കരുത്. ഏതായാലും സഞ്ജുവിൻ്റെ സ്ഥാനം അതിലുറച്ചു എന്നുള്ളത് വളരെ ഒരു നല്ല ഒരു കാര്യമാണ്. നമ്മളെ മലയാളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അഭിമാനമാണ് സഞ്ജു സാംസൺ. ഇതുപോലെ ഇനിയും കൂടുതൽ നാളിങ്ങനെ കളിക്കട്ടെ സഞ്ജു. ഫ്ലറിഷ് ചെയ്തിട്ടെ നമ്മുടെ ടീം വേൾഡ് കപ്പ് നേടട്ടെ. ഇനിയിപ്പോൾ വരാൻ പോകുന്ന കളി എന്ന് പറയുന്നത് ഈ വളരെ ബുദ്ധിമുട്ടുള്ള കളിയാണ്. ഇന്ത്യ ഇംഗ്ലണ്ടുമായിട്ടാണ് ഇന്ത്യക്ക് കളിക്കാനുള്ളത്. ഇംഗ്ലണ്ടുമായിട്ടുള്ള കളി ഇന്ത്യയുടേത് 5-ാം തീയതിയാണ്. സൗത്ത് ആഫ്രിക്കയോട് മാത്രമാണ് ഇന്ത്യ തോറ്റത്. ആ സൗത്ത് ആഫ്രിക്കയോട് കാരണം സൗത്ത് ആഫ്രിക്ക 1-ാം സ്ഥാനമായി, ഇന്ത്യക്ക് 2-ാം സ്ഥാനമേ ഉള്ളൂ. ആ 2-ാം സ്ഥാനക്കാരെന്നുള്ളത് മറ്റേ ടീമിലെ 1-ാം സ്ഥാനക്കാരുമായിട്ട് വേണം മത്സരിക്കാൻ. അപ്പോൾ 5-ാം തീയതിയാണ് ഇന്ത്യയുടെ സെമി ഫൈനൽ. യഥാർത്ഥത്തിൽ അതും ഒരു നല്ല കളിയായിട്ട് അങ്ങ് മാറട്ടെ. മാറിക്കഴിഞ്ഞാൽ അത് ബോംബെയിലാണ് കളി, മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് കളി. അതും ഇന്ത്യ ജയിച്ച് ഫൈനലിലേക്ക് കയറാം. ഫൈനലിലേക്ക് പിന്നെ ന്യൂസിലൻഡിനെയോ അതുപോലെ തന്നെ ഈ സൗത്ത് ആഫ്രിക്കയോ, അതായത് 4-ാം തീയതി ജയിച്ചു വരുന്ന ടീമുമായിട്ട് വേണം മത്സരിക്കാൻ. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നതും ഞാൻ കൊതിയോടെ നോക്കിയിരിക്കുന്നതും ഇന്ത്യ ഒരു തവണയും കൂടെ ഈ T20 വേൾഡ് കപ്പ് നേടുക എന്നുള്ളതാണ്. ഇന്ന് വരെ ഒരു നേരത്തെ ചാമ്പ്യന്മാരായിട്ടുള്ള, അതായത് ഒരു കൺസിക്യൂട്ടീവായിട്ട് ആരും ഈ T20 വേൾഡ് കപ്പ് നേടിയിട്ടില്ല. പക്ഷേ ആ റെക്കോർഡ് ഇന്ത്യ സൃഷ്ടിക്കണം എന്നുള്ളതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. നന്നായിരിക്കട്ടെ. അതിന് സഞ്ജുവിൻ്റെ കോൺട്രിബ്യൂഷൻ വലുതായിരിക്കണം, നല്ലതായിരിക്കണം. സൂക്ഷിച്ച് കളിക്കുക സഞ്ജു. കാരണം സൂക്ഷിച്ച് കളിച്ചാൽ അല്പം ഒന്ന് നിന്ന് കളിച്ചാൽ എപ്പോഴായാലും സഞ്ജുവിന് സ്കോർ ചെയ്യാൻ പറ്റും.